ഡാമിൻ്റെ താഴ്വാരങ്ങളിലെ പച്ചപ്പും ഹരിതാവൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങൾ യാത്ര ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നു. നേരെ പോകുന്നത് ബാണാസുര മൗണ്ടൻ വ്യൂ റിസോർട്ടിലേക്കാണ്. ലാസ്റ്റ് വ്ളോഗ് ഇവിടെ വെച്ചിട്ടാണ് അവസാനിപ്പിച്ചത്. ആ വ്ളോഗ് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും കൊണ്ട് നോക്കുക. മസനഗുഡി പോയതും ട്രക്കിങ്ങിന് പോയതും ഒക്കെ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ഓൾറെഡി വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ട് എന്തായാലും കണ്ടു നോക്കിയിട്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണ് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസാണ് വേണ്ടതെന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഡേ മൈ ലൈഫോ അല്ലെങ്കിൽ ട്രാവലിംഗ് വ്ളോഗോ എന്തൊക്കെ വീഡിയോസൊക്കെ ആണ് വേണ്ടതെന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചിട്ടുണ്ടെങ്കിൽ ആ വീഡിയോസൊക്കെ ആയിട്ട് വരണ്ടേ. അങ്ങനെ ഫൈനലി നമ്മളെ റിസോർട്ടിൽ എത്തിയിട്ടുണ്ട്. ബുക്ക് ചെയ്യുന്ന ടൈമിൽ വീഡിയോസും ഫോട്ടോസൊക്കെ കണ്ടിട്ടുണ്ട്. എക്സാക്റ്റ് ഞങ്ങൾ വീഡിയോസും ഫോട്ടോസിലും കണ്ട പോലെ തന്നെ നല്ല അടിപൊളി റിസോർട്ട് തന്നെയാണ്. വെൽ മെയിൻറ്റെയിൻഡും ആണ്. ഞങ്ങൾക്ക് കിട്ടിയത് ഒരു മണ്ണ് കൊണ്ട് ഇതാക്കിയ ഒരു റൂമാണ്. മഡ് വ്യൂ റിസോർട്ട് എന്നും ഇതിന് പറയുന്നുണ്ട്, ഒരു പേര് പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ റൂം. നല്ല വാഷ്റൂം ഉണ്ട്, പിന്നെ നല്ല ബെഡ് കാര്യങ്ങൾ വെൽ മെയിൻറ്റെയിൻ എല്ലാം നല്ല അടിപൊളിയൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാൽക്കണി വ്യൂ ഉണ്ട്, അതും നല്ല വ്യൂ ആണ്. പിന്നെ രണ്ട് ഭാഗത്തുനിന്ന് നോക്കിയിട്ട് നല്ല രണ്ട് കിടിലം വ്യൂസ് നമുക്ക് കാണാൻ പറ്റും. രാവിലാണ് ഇതിൻ്റെ എക്സാക്റ്റ് വ്യൂ നമുക്ക് കാണാൻ പറ്റും. അത് ഞാൻ എന്തായാലും വീഡിയോയിൽ കാണിച്ചു തരട്ടെ. ഞങ്ങൾ അവിടെ എത്തി. കെറ്റിൽ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയതുകൊണ്ട് പിന്നെ ഒരു ഹോർലിക്സ് വേണ്ടിയവർക്ക് ഹോർലിക്സ്, ചായ വേണ്ടിയവർക്ക് ചായ, അങ്ങനെ ഒക്കെ ഇട്ട് കുടിച്ചു. ഒരു 4-4:30 ആ ഒരു ടൈം ആകുമ്പോഴാണ് ഞങ്ങൾ അവിടെ എത്തിയത്. 2 മണിക്കാണ് ചെക്ക് ഇൻ ചെയ്യേണ്ടത്, പക്ഷെ കുറച്ച് ലേറ്റായിപ്പോയി. മസനഗുഡി അവിടെ ഇവിടെയൊക്കെ കറങ്ങി പിന്നെ നമുക്ക് നൈറ്റിലേക്കുള്ള ഗ്രില്ലിൻ്റെ കാര്യങ്ങളും ചിക്കൻ വാങ്ങാനും അതിൻ്റെ മാഗ്നേഷനുള്ള സംഭവങ്ങളൊക്കെ വാങ്ങി നെസ്റ്റോലൊക്കെ കയറി ഇങ്ങോട്ട് എത്തിയപ്പോൾ തന്നെ അത് കുറച്ച് ലേറ്റായിപ്പോയത്. പിന്നെ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ച് അതൊക്കെ നമ്മൾ പിന്നെ ഓൾറെഡി പാക്ക് ചെയ്ത് വീട്ടിൽ നിന്ന് തന്നെ എടുത്തിരുന്നു. നൈറ്റത്തെ നമ്മൾ എന്തായാലും ഇവിടുന്ന് കുക്ക് ചെയ്യാമെന്നുള്ള പ്ലാനാണ്. അപ്പം നമ്മൾ ഫസ്റ്റ് വിചാരിച്ചു ഒന്ന് റിസോർട്ടൊക്കെ ഒന്ന് ചുറ്റി കാണാം. പിന്നെ ആരും ഒന്നിലും ഇടപെടാൻ വരില്ല. നമ്മളായി നമ്മളെ പാടായി. നമുക്ക് എല്ലായിടത്തും ഫ്രീ ആണ്. ഇനിയിപ്പോൾ കിച്ചൺ ഏരിയ ഉണ്ട്, കിച്ചൺ കുക്ക് ചെയ്യാനുള്ള സെറ്റപ്പും ഉണ്ട്, പിന്നെ ഡൈനിങ്ങും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി റിസോർട്ട് തന്നെയാണ്. പാത്രങ്ങളും സാധനമൊന്നും കൊണ്ടുവരണം. നമുക്ക് കുക്ക് ചെയ്യാനുള്ള ചായപ്പൊടി അങ്ങനത്തെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ നമ്മൾ അനുസരിച്ച് എന്തൊക്കെയാണോ വേണ്ടത് അതിനനുസരിച്ച് നൈറ്റിലൊക്കെ ഫുഡ് കുക്ക് ചെയ്തിട്ട് കഴിക്കാം. ഇപ്പോൾ ഗ്രില്ല് ചുടണോ ഗ്രില്ല് ചൂടാം, എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഒരു സെറ്റാക്കി തരും നമുക്ക് വേണ്ടി എന്ത് പറഞ്ഞാലും. പിന്നെ 3-4 പൂൾസ് അവൈലബിൾ ആണ്. അപ്പം നമ്മൾ ഫസ്റ്റ് വിചാരിച്ചു ചിക്കൻ മാഗ്നേഷനും കാര്യങ്ങളൊക്കെ തീർത്തതിൻ്റെ ശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ പൂളിൽ പോയി ചാടി നമുക്ക് എൻജോയ് ചെയ്യാം. ഓക്കെ, റെഡി 1 2 3 സ്റ്റാർട്ട്. എന്ത് ഇല്ല ഇവിടെ കുട്ടികളെ മുങ്ങി പോകും. ചാട്. റെഡി 1 2. ഇനിയൊരു 3-4 മണിക്കൂറിലേക്ക് ഇതിൽ തന്നെയാണ്. പൂളിൻ്റെ കാര്യമൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല പ്രൈവസിയും കാര്യങ്ങളും ഉണ്ട്. ഫുള്ള് കവറായിട്ട് പിന്നെ വാഷ്റൂം തന്നെ അടുത്തുണ്ട്. നമുക്ക് ഫ്രഷപ്പ് ആയിട്ട് റൂമിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് വാഷ്റൂമും കാര്യങ്ങളൊക്കെ അടുത്ത് തന്നെ ഉണ്ട്. പിന്നെ ഞങ്ങൾ കയറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വേറെ ആളുണ്ടാവില്ല. പൂളിൽ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വേറെ ആൾ നമുക്ക് വേണമെങ്കിൽ ഉള്ളിൽ നിന്ന് ക്ലോസ് ചെയ്യാം. അത്രയും പ്രൈവസി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓപ്പൺ ഏരിയ ആണ്, പക്ഷേ ഫുള്ള് കവർ ചെയ്തും കൊണ്ടാണ് പ്രൈവസിയും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. പിന്നെ 3-4 പൂൾസ് അവൈലബിൾ ആണ്. പിന്നെ ഇത് ഓരോ സെക്ഷനായിട്ട് പല സെക്ഷനും കാര്യങ്ങളും ഉണ്ട്. മഡ് കൊണ്ട് ഉണ്ടാക്കിയത് വില്ലാസ് ഉണ്ട്, മഡ് വില്ലാസ് ഉണ്ട്, പിന്നെ നോർമൽ ഡോമെട്രി അങ്ങനെ ഉണ്ട്, പിന്നെ കുറച്ച് പ്രീമിയം ആയിട്ടുള്ളതുണ്ട്. ഇനി അവിടെ 2-3 വില്ലാസും കൂടി പണി നടക്കുന്നുണ്ട്. അതിൽ ഒരു 18 മീറ്ററുള്ള പൂളാണ് വരാൻ പോകണമെന്ന് പറഞ്ഞിട്ടു. വയനാട്ടിൽ നിന്ന് പിന്നെ ബാണാസുര ആ ഏരിയയിലേക്ക് കുറച്ചങ്ങോട്ട് വരാനുണ്ട്. അതൊഴികെ ബാക്കിയെല്ലാം കൊണ്ടും ഓക്കെയാണ്. നല്ല പ്രൈവസിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. റൂമായാലും എല്ലാം നല്ല വൃത്തിയും ഉണ്ട്. കിച്ചണൊക്കെ നല്ല മെയിൻറ്റെയിൻ ചെയ്തിട്ട് തന്നെയാണ്. അപ്പം പിന്നെ ഇതിലുള്ള ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കുറേ മുന്നേ പോയതാണ്. മുന്നേ എന്ന് പറഞ്ഞിട്ട് നോമ്പിൻ്റെ മുന്നേ പോയതാണ്. എക്സാം ടൈം ആ ഒരു ടൈമിൽ പോയതാണ്. സീസണും വെക്കേഷനൊന്നും അല്ലാത്തത് കൊണ്ട് നല്ല അഫോർഡബിൾ റേറ്റ് തന്നെയാണ് കിട്ടിയത്. അതുകൊണ്ട് പോവാണ്. ഇനി അങ്ങനെ ആർക്കെങ്കിലും ഈ വില്ലയിൽ പോകാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേമാതിരി സീസൺ അല്ലാത്ത ടൈമിൽ വർക്കിംഗ് ഡേയ്സിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നല്ല അഫോർഡബിൾ റേറ്റ് കിട്ടും. പിന്നെ ഞങ്ങൾ ഒരു 3-4 മണിക്കൂറത്തെ നീണ്ട കുളി
പൂളിലെ കളി കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് ഗ്രില്ല് ചെയ്യാം. ഗ്രില്ല് മാഗ്നേഷനൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം അതൊന്ന് പെട്ടെന്ന് സെറ്റപ്പ് ആക്കി എടുത്തിട്ട് വേണമല്ലോ നമുക്ക് പൂളിൽ ചാടാൻ പോകാൻ. അപ്പോൾ പിന്നെ അത് മാഗ്നേഷൻ്റെ കാര്യം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ എല്ലാ സംഭവങ്ങളും ഓരോ നമുക്ക് സെറ്റ് ചെയ്തിട്ടോ, പിന്നെ നമുക്ക് ഇന്ന കാര്യങ്ങളാണ് അങ്ങനെയൊക്കെ പറഞ്ഞു തരും. പിന്നെ നമുക്ക് നമ്മളെ ഇഷ്ടം പോലെ ചെയ്ത് കുക്ക് ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ എൻജോയ് ചെയ്യാം. നമ്മൾ അടിപൊളി മാഗ്നേഷനൊക്കെ ചെയ്തിട്ടേ സാധിക്കാക്കാണല്ല അടിപൊളി മാഗ്നേഷൻ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ 4 ആൾക്കാരല്ലേ ഉള്ളൂ, കുറച്ച് പീസും മതി, ജസ്റ്റ് ഫോർ എ ടൈം പാസ്. ഒരു സെറ്റ് ഇടാനുള്ള സംഭവം ഉള്ളേ, ഞങ്ങൾക്ക് അങ്ങനെ 2 പീസ് വെച്ചങ്ങാണ്ട് എടുക്കാനുള്ള സംഭവം തന്നെ ഉണ്ടാക്കിയിട്ടുള്ളൂ. പിന്നെ ഇതൊക്കെ ഒരു രസം. റിസോർട്ടിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെയൊക്കെ എല്ലാവരും കൂടി ഒക്കെ പോകുമ്പം ഇതൊക്കെ അല്ലേ ഒരു രസം. ചിക്കനൊക്കെ പിന്നെ നെസ്റ്റോന്ന് വരുമ്പോൾ വാങ്ങിച്ചു, കാരണം നമ്മൾ മസനഗുഡി അങ്ങനെ ആ വഴിയൊക്കെ പോയി വരുമ്പോൾ വീട്ടിൽ നിന്ന് തന്നെ മാഗ്നേഷനും കാര്യങ്ങളും ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ എത്തുമ്പോഴത്തേനൊക്കെ കേടാവും, കാരണം നല്ല ചൂടും കൂടിയാണ്. മാർച്ച് ആ ടൈമിലല്ലേ, അതിനെക്കൊണ്ട് പിന്നെ ഞങ്ങൾ അത് ചെയ്യാണ്ട് ഞങ്ങൾ നെസ്റ്റോയിൽ കൽപ്പറ്റ നെസ്റ്റോ കയറി ചിക്കനും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ മസാലക്ക് ബട്ടർ, അങ്ങനത്തെ നല്ല ബട്ടറൊക്കെ യൂസ് ചെയ്തിട്ട് നല്ല അടിപൊളി മാഗ്നേറ്റ് ചെയ്ത സംഭവമായിരുന്നു. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഇതായതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ നമ്മൾ ഓരോന്നോരോന്നായിട്ട് നല്ല ചുട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒറ്റ സെറ്റ് ഇടാനുള്ള സംഭവം ഉള്ളതിന് കൂടുതലൊന്നുമില്ല, ഈ കാണുന്ന പീസസ് തന്നെ ഉള്ളതിന്. നമ്മൾ 4 ആളല്ലേ ഉള്ളൂ, പിന്നെ വേറെ അതും ഇതൊക്കെ ആയിട്ട് ഓരോന്ന് കഴിക്കുന്നു. അപ്പോൾ പിന്നെ വേറെ വേണ്ട ആവശ്യമൊന്നുമില്ല, ഇതന്നെ ധാരാളമാണ്. പിന്നെ ഇതിലേക്ക് നമ്മൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുത്ത് നല്ല ഗാർലിക്കൊക്കെ ഇട്ട്, ഗാർലിക്കും ബട്ടറൊക്കെ തേച്ചും കണ്ട് നല്ല ഗാർലിക് ബ്രെഡ് പോലെ ഒക്കെ ഉണ്ടാക്കിയെടുത്തു. പിന്നെ അതിലേക്ക് സൈഡായിട്ടുള്ള മയോണൈസ് കാര്യങ്ങളൊക്കെ നമ്മൾ നെസ്റ്റോന്ന് തന്നെ വാങ്ങിച്ചിരുന്നു. അപ്പോൾ ഇതായിരുന്നു നമ്മളെ ഫസ്റ്റ് ഡേത്തെ വിശേഷങ്ങൾ. ഇനി നെക്സ്റ്റ് മോർണിംഗിൽ കാണാം. ഹലോ ഗൈസ്, എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളിത് അവിടെ സുഖമായിട്ട് അടിപൊളിയായിട്ടൊക്കെ പോകുന്നു. അപ്പം ഇന്നലെ വൈകുന്നേരമാണ് ഇവിടെ എത്തിയത്. പിന്നെ കലാപരിപാടികൾ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇപ്പോൾ രാവിലെ സമയം എത്ര മണിയായി? ഏതോ സമയമായിക്കണം. അത് ഞാൻ എണീറ്റു, ഫ്രഷപ്പായി ഒന്ന് ചുമ്മാ പുറത്തിറങ്ങിയതാണ്. നല്ല അടിപൊളി ക്ലൈമറ്റാണ്. അപ്പം ലാസ്റ്റാണ് മന്ദതയിൽ ഇതുവരെ വിട്ടിട്ടില്ല. അപ്പം സമയം ഞാൻ പറഞ്ഞല്ലോ, സമയം എത്രയാണെന്ന് എനിക്കറിയില്ല. എന്തായാലും ഈ ഒരു ടൈമിൽ എന്തായാലും നല്ല അടിപൊളി ക്ലൈമറ്റ് തന്നെയാണ് ഇവിടെ. ഉറക്കത്തിൻ്റെ മന്ദതയിൽ നിന്ന് വിട്ടിട്ടില്ല, നല്ല ഉറക്കവും ഉണ്ട്. കുഴപ്പമില്ല. ഈ ക്ലൈമറ്റൊക്കെ കിട്ടണമെങ്കിൽ പിന്നെ നമ്മൾ നേരത്തെ തന്നെ എനിക്ക് നേരത്തെ എന്നൊന്നും പറയാനൊന്നുമില്ല. ഞാൻ പറഞ്ഞുതരാം. അപ്പം 7:30 ആയിട്ടുണ്ട്. എന്നിട്ടും അടിപൊളിയല്ലേ? ഞാൻ വിചാരിച്ചു കുറച്ചും കൂടി നേരത്തെ എണീക്കണം വിചാരിച്ചു, പക്ഷെ കണ്ടു വന്നിട്ടുണ്ടില്ല. ഉണർന്നിട്ടുണ്ടായിരുന്നു, അലാറൊക്കെ വെച്ച് എണീറ്റി, പക്ഷേ നല്ല തണുപ്പായിട്ട് എണീക്കാൻ പറ്റില്ല. അപ്പം ഈ ഒരു ഫെബ്രുവരി ലാസ്റ്റ് വീക്കായിട്ടും ഈ ഒരു ക്ലൈമറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളിയല്ലേ? നല്ല കോടണ്. എത്രത്തോളം വിസിബിളാണ് എന്നുള്ളത് വീഡിയോയിൽ വിസിബിലിറ്റി ഇല്ല, എല്ലാം അടിപൊളിയാണ്. പിന്നെ റിസോർട്ടിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി റിസോർട്ടാണ്. എന്താണ് ഈ ഒരു ബഡ്ജറ്റിന്, ചെറിയൊരു ബഡ്ജറ്റിന് വന്ന് പോകാൻ പറ്റിയ നല്ലൊരു പ്രൈവറ്റ് പൂളൊക്കെ ഉണ്ട് കേട്ടോ. ഒരു 3 വില്ലക്കും കൂടി ഒറ്റ പ്രൈവറ്റ് പൂള്, പിന്നെ 3 പ്രൈവറ്റ് പൂളുണ്ട്. അപ്പം നമുക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. പിന്നെ അവിടെയൊക്കെ നടന്ന് പോകാനുണ്ട്. പിന്നെ ഒറ്റക്കായതുകൊണ്ട് പോകാനൊരു മടിയുണ്ട്, പോകണമെന്നുണ്ട്. മൂക്കൊക്കെ അടുത്തിട്ട് ഇന്നലത്തെ രാത്രിയത്തെ വെള്ളത്തെ കളി രാത്രി വലിയ അങ്ങനെ തണുപ്പ് എന്ന് പറയാനുള്ള തണുപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. എന്നാലും തണുപ്പുണ്ടായില്ല. വെള്ളത്തിൽ കളിച്ചങ്ങാണ്ട് ഇങ്ങനെ ഇറങ്ങി കഴിഞ്ഞാൽ തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യും. വെള്ളത്തിൽ തന്നെ ആകുമ്പോൾ പിന്നെ വലിയ കുഴപ്പമില്ല. അപ്പം അതൊക്കെയാണ് നമ്മൾ കഴിച്ചത്. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം എന്തൊക്കെയാണെന്ന് നമുക്ക് പോയി ചോദിച്ചോക്കാം. കിഡ്സിന് കളിക്കാനുള്ള ഏരിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ബാഡ്മിൻ്റൺ കോർട്ട് ഉണ്ട്. ബാഡ്മിൻ്റൺ കോർട്ട് ഇവിടെയും ഉണ്ടോന്ന്, അവിടെ ഉണ്ടോന്ന്
അവിടെ മേലേക്കുണ്ട്. അവിടെ പിന്നെ കുറച്ചും കൂടി ലക്ഷറീസ് ആയിട്ടുള്ള റൂമാണ്, പ്രീമിയം റൂംസാണ്. ഇത് പിന്നെ ഒരു മഡ് ആ രീതിയിൽ എല്ലാവർക്കും ഓരോരുത്തർക്കും നല്ല കിടക്കുന്നുണ്ട്. ഓരോരുത്തർക്കും ഓരോ താല്പര്യങ്ങളല്ലേ. അപ്പം ഇത് ഫുള്ള് മഡാണ്. അപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടമാവണമെന്നില്ല. പിന്നെ മേലേക്ക് പോകുമ്പോൾ നമുക്ക് പോയി നോക്കാം. ഇവിടുന്ന് ഇനും നല്ല നൈറ്റ് നമ്മൾ ഗ്രില്ലൊക്കെ ചെയ്തു അവിടുന്ന്. അടിപൊളി. സൂര്യൻ വരുന്നൊക്കെ ഉണ്ട്. സൂര്യൻ വന്നിട്ടൊന്നും കാര്യമില്ല. ഫുട്ബോൾ കോർട്ട്, ടർഫ് അവിടെയൊക്കെ എന്തൊക്കെ ഉണ്ട് അതുപോലെ. ഫുട്ബോൾ കോർട്ടുണ്ട്. പിന്നെ അവിടെയൊക്കെ ഫുള്ള് ഊഞ്ഞാൽ, നല്ല അടിപൊളി സെറ്റപ്പാണ്. അവിടേക്കൊക്കെ ഉണ്ട് കേട്ടോ കോട്ടേജസ്, വില്ലാസ്, ആ ഭാഗത്തേക്കൊക്കെ ഉണ്ട്. ഇവിടെ പിന്നെ അടിപൊളിയാണ്. മരങ്ങളുടെ ഇടയിൽ നല്ല ഊഞ്ഞാലുകളൊക്കെ. എന്തൊക്കെയോ ചെയ്യാം. നല്ല തണുക്കുന്നുണ്ട്. ഞാൻ ഇറങ്ങി കുടുങ്ങി നയിക്കും. കുറേ ഊഞ്ഞാലുകൾ. അവിടേക്കൊക്കെ ഇറങ്ങി പോകാനുള്ള എന്തൊക്കെ സെറ്റപ്പൊക്കെ ഉണ്ട്. അവിടേക്കാണ് പിന്നെ കുറച്ച് പ്രീമിയം വില്ലാസൊക്കെ ഉള്ളത്. പ്രീമിയം കോട്ടേജസ് ഉണ്ട്, വില്ലുണ്ട്, സെപ്പറേറ്റ് റൂമുകളുണ്ട്. എല്ലാം അടിപൊളി. നമുക്കൊന്ന് എന്ത് ചെയ്യാൻ പോട്ടെ. ഇറങ്ങിയ ടൈമിൽ വലിയ തണുപ്പ് ഫീൽ ചെയ്തിട്ടില്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല തണുക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ ഈ കറങ്ങാനൊക്കെ അവസാനിപ്പിച്ച് ഞാൻ റൂമിൽ തന്നെ പോയി കുറച്ച് നേരം അവിടെ ഇരുന്നു. പിന്നെ ഒരു 8-8:30 ആയപ്പോഴാണ് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി എല്ലാവരും കുത്തിപ്പൊന്തിച്ച് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നു. ആ നേരെ കാണുന്നതാണ് നമ്മൾ ഇന്നലെ ഇതാക്കിയ പൂള്. ഇതാണ് കേട്ടോ കുറച്ച് പ്രീമിയം ലെവലിൽ. പിന്നെ ഇവിടുന്ന് നല്ല അടിപൊളി വ്യൂ ഉള്ള ഒരു ഏരിയ ഉണ്ട്. അതിനുള്ള സംഭവങ്ങളൊക്കെ ചെയ്തിച്ച് മറ്റേ ഗ്ലാസ് ബ്രിഡ്ജ് അല്ലാന്നുള്ളൂ, നമ്മളെ കമ്പി കൊണ്ട് ഉണ്ടാക്കിയ ഒരു ബ്രിഡ്ജ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല അടിപൊളി കിടിലൻ വ്യൂ ഉണ്ട്. ഇനി അടുത്ത പ്രാവശ്യം എന്തായാലും പോകുമ്പോൾ എന്തായാലും കൂടുതൽ വീഡിയോസ് എടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. ആ ഭാഗത്തൊക്കെ പോയിട്ട് ഞാൻ ഇപ്രാവശ്യം ഞാൻ ആ ഭാഗത്തു നിന്ന് അതൊക്കെ കണ്ടിങ്ങനെ നിന്നുപോയി. അല്ലാണ്ട് വീഡിയോ എടുക്കണം എന്നുള്ള ആ മൈൻഡ് തന്നെ വിട്ടുപോയി. അവിടെ നല്ല അടിപൊളി വ്യൂസും ഉണ്ട്. അങ്ങനെ അവിടുന്ന് അടുത്ത കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ളത് പോയി നോക്കാം. എല്ലാ റിസോർട്ടിലൊക്കെ ഉള്ള പോലെ തന്നെ നമ്മൾ സാധാ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങൾ, പൂരി, മുട്ടക്കറി, ബാജിക്കറി ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ചും കൂടി പ്രീമിയം അങ്ങനത്തെ റിസോർട്ടുകളിലൊക്കെ എടുക്കുമ്പോൾ കുറേ സംഭവങ്ങൾ വേറെ ഉണ്ടാകുമല്ലോ. നമ്മളിതാ അവിടെ ഊഞ്ഞാല് ആടുന്നു. ബാക്കിയുള്ളവർ അവിടെ ആടുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. കുറച്ച് നേരം അവിടെ അങ്ങനെ ഊഞ്ഞാൽമേലൊക്കെ ഇരുന്ന് ഇനി ഇതാ നെക്സ്റ്റ് പൂളിൽ പോകും. പൂള് കളിക്കാൻ പോവാം. വേഗം ചാട്. ഞാനും ഷാനിലും നീന്തി കളിക്കുന്നു. ഷാനിത മുങ്ങി പോകുന്നു. ഷാനൊരു വീട്ടാള് ഞാനതാ നീന്തുന്നു. ഞാനൊക്കെ യു ടേൺ എടുക്കാനറിയില്ല, ടേൺ ചെയ്യാനറിയില്ല.
വിറയ്ക്കുന്നുണ്ട് ഗൈസ്. ചാനലിൽ എന്തൊക്കെയോ കോപ്രായങ്ങൾ കാണിക്കുന്നുണ്ട്. ഞാനൊരു വീട്ടാള്, ഞാനൊക്കെ നീ ഒന്നും അറിയില്ല, മുങ്ങി താഴ്ന്നുണ്ട് നേരാ. ഇത് ഡോമെട്രീൻ്റെ ഭാഗത്തുള്ള പൂളാണ്. ഇത് അടിപൊളി പൂളാട്ടോ, നല്ല ഡെപ്തും ഉണ്ട്, നല്ല വലുപ്പവും ഉണ്ട്. അപ്പം ഞങ്ങൾ ഇന്നലെ തന്നെ പ്ലാൻ ചെയ്തു ഇന്ന് രാവിലെ ആയിട്ടുണ്ടെങ്കിൽ അവിടെ പോകാമെന്നുള്ളത്. പിന്നെ തിരക്കില്ലാതെ സീസണൊന്നുമില്ലല്ലോ, വലിയ തിരക്കില്ല. ഒരു സ്കൂളിൽ നിന്നോ എന്തോ വന്ന ഒരു കുറച്ച് കുട്ടികളുണ്ട്. അങ്ങനെ ഉണ്ട്. നമ്മളിതാ പൂളിലിറങ്ങി കളിയും ബോളും ബോയൊക്കെ ഉണ്ടായിരുന്നു. അവിടുന്ന് പിന്നെ അതിൻ്റെ ഓരോന്ന് ബോയിലിട്ട് മാർക്ക് ഉണ്ടാക്കാനും അങ്ങനത്തെ ചെറിയ ചെറിയ കളികളൊക്കെ ആയിട്ട് ഫുൾ എൻജോയ്മെൻ്റ് ആയിരുന്നു. അപ്പം ഞങ്ങൾ ഒരു രാവിലെ കുറച്ച് അധികം തന്നെ കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും കൂടിയുള്ള കളിയായിരിക്കും, ചെറിയ കുട്ടികളായിരുന്നു. അങ്ങനെ പിന്നെ എല്ലാവരും കൂടിയുള്ള നല്ല അടിപൊളി കുറച്ച് നേരം ബോൾ അങ്ങോട്ടിട്ട് ഇങ്ങോട്ടിട്ട്. പിന്നെ എൻ്റെ ബോയ്ക്ക് വേണ്ടിയിട്ട് അടിയാണ്. ഞാനൊരു ബോയും കൊണ്ട് ഇങ്ങനെ നടക്കി. ഞാനും പിന്നെ ഫ്രണ്ടിൻ്റെ വൈഫും ഓളും സോന ഓളും കൂടി, നമ്മൾ രണ്ടാളും 2 ബോയ് ഉണ്ട്. ആകെ 3 ബോയേ ഉള്ളൂ. അപ്പോൾ അതിൽ 2 ഞങ്ങളടുത്തുണ്ട്. പിന്നെ കുട്ടികളല്ലേ, കുട്ടികൾക്ക് വേണമല്ലോ ബോയ. അതിന് വേണ്ടി പിന്നെ ഞങ്ങളെങ്ങനെയെങ്കിലും അവിടെ നിന്നൊന്ന് പോയാൽ മതിയെന്ന് വിചാരിച്ചിട്ടുണ്ടാകും കുട്ടികൾ. കാരണം ഞങ്ങൾ കുറച്ചധികം നേരം തന്നെ, കാരണം ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞ് അപ്പോൾ പോയി ചാടിയതാണ്. പിന്നെ ചെക്ക് ഔട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 11 മണി 12 മണി ആ ഒരു ടൈമിലാണ്. അതുവരെ നമുക്ക് ടൈമുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ നമ്മൾ നിർത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഒരു 9 മണി മുതൽ ഈ ചെക്ക് ഔട്ട് ചെയ്യാനുള്ള ടൈം വരെ നമുക്ക് അത്രയും നേരം പൂളിൽ കളിക്കാനുള്ള ടൈം ഉണ്ടായിരുന്നു. പിന്നെ മെയിനായിട്ട് ഈ കുട്ടികൾ ഡോമെട്രിയിലുള്ള മീൻസൊക്കെ സ്കൂളിൽ നിന്ന് അങ്ങനെ എന്തോ വന്ന കുട്ടികൾ അതുകൊള്ളായിരുന്നു. അല്ലാണ്ട് വേറെ 2-3 കപ്പിൾസ് ഉണ്ട്. ഓരോന്നും പിന്നെ പൂളിലേക്ക് ഇതേമാതിരി പ്രൈവറ്റ് പൂള് 2-3 ഉണ്ടായതുകൊണ്ട് ചിലർ ഓരോ ഭാഗത്തായിട്ടാണ്. പിന്നെ വേറെ ആരുമില്ല, നമുക്ക് എത്രയും വേണമെങ്കിലും വെള്ളത്തിൽ കളിക്കാം. നമ്മൾ ഇന്ന ടൈമിൽ ഇന്ന ആൾ എണീറ്റ് പോകണം, ഓർക്ക് ഇറങ്ങണം, അങ്ങനത്തെ ഒന്നുമില്ല. പിന്നെ പൂള് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഒന്നും വിചാരിക്കാനേ പാടില്ല നമ്മൾ.
കുട്ടികളൊക്കെ ആദ്യം വന്ന് നോക്കി അപ്പോഴെങ്കിൽ നിർത്തി പോകുമെന്നുള്ളത്. പിന്നെ നമ്മളെ നിർത്തി പോകില്ല എന്ന് കണ്ടതുകൊണ്ട് കുട്ടികൾ അങ്ങോട്ട് പൂളിലേക്ക് എടുത്ത് ചാടി. പിന്നെ ഞാൻ വീഡിയോസ് എടുക്കാൻ നിന്നിട്ടില്ല, കാരണം ഓരങ്ങനെ വരുന്നതല്ലേ, ഓരും കൂടി ഇറങ്ങുമ്പോൾ പിന്നെ ഇത് ഫുള്ളാവില്ല. പിന്നെ ഫോണൊക്കെ എടുത്ത് വെച്ചു. അങ്ങനെ ഇതാ നമ്മളെ കുറച്ച് ഒരു 2-3-4 മണിക്കൂറിലേക്ക് പൂളിൽ തന്നെയായിരുന്നു. അങ്ങനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ വേഗം റൂമിൽ പോയി ഫ്രഷ് ആവലൊക്കെ കഴിഞ്ഞു. പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇനി നമ്മളിതാ തിരിച്ച് പാക്കൊക്കെ ചെയ്ത് തിരിച്ചു പോകുന്നു. അങ്ങനെ ഇപ്പോൾ സമയം 1:38. സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഞങ്ങൾ പോകുന്നു. ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് എല്ലാം ഇങ്ങനെ പോകണം. എങ്ങനെയുണ്ട് നമ്മളെ റിസോർട്ട് ആൻഡ് റിവ്യൂ പറയൂ. റിസോർട്ട് ഫാമിലീസിനൊക്കെ സെറ്റാണ്. ഒരുപാട് സെക്ഷൻസ്, ഒരുപാട് വില്ലാസ് ഉണ്ട്. 3 സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. എല്ലാ സ്വിമ്മിംഗ് പൂളും ഫുൾ കവേർഡാണ്. എന്നുവെച്ചാൽ അത്രയും പ്രൈവസിയാണ്. നിങ്ങളിപ്പോൾ ഒരു ഫാമിലിയാണ് വരുന്നത്, ആ ഫാമിലി ഉള്ളിൽ കയറിയിട്ട് ഉള്ളിൽ നിന്ന് ലോക്ക് ചെയ്തിട്ടാൽ പിന്നെ വേറെ ആർക്കും അവിടെ ആക്സസ് ഇല്ല. പ്രൈവറ്റ് പൂളാണ്. പ്രൈവറ്റ് പൂളാണ്. കളിച്ചിട്ട് നമ്മുടെ ടൈം കഴിഞ്ഞിട്ട് ഇപ്പുറത്തെ റൂം കഴിഞ്ഞ് ഇനി അപ്പുറത്തുണ്ട്. പിന്നെ ബാത്റൂം എടുത്തിട്ടുണ്ട്, ഫ്രഷ് ആവാൻ എല്ലാത്തിനുള്ള പൂളിൻ്റെ അടുത്ത് തന്നെ ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ കാര്യത്തിലൊക്കെ സെറ്റാണ്. റൂമാണെങ്കിലൊക്കെ നല്ല വൃത്തി, നല്ല സെറ്റപ്പ് ഉണ്ട്. ഇത് മഡോണ്ടുള്ളതാണ്. മറ്റേത് അപ്പുറത്തേക്കാണെങ്കിൽ കുറച്ചും കൂടി നോർമൽ കുറച്ച് പ്രീമിയം ലെവലുള്ളതാണ്. ഇത് മഡാണെന്ന് നല്ല വൃത്തിയും നല്ല സ്പേസ് ഒക്കെ ഉള്ള റൂം അത്യാവശ്യം. പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആണെന്നുണ്ട് നമ്മൾ പാക്കേജിൻ്റെ കൂടെ ഉള്ളതിന്. ബ്രേക്ക്ഫാസ്റ്റ് എല്ലായിടത്തുള്ള മാതിരി തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഓക്കെയാണ്. പിന്നെ രാത്രിത്തെ നമ്മൾ ഗ്രില്ല് ചെയ്തിട്ട് നമുക്ക് ഈ പൊറോട്ട, ചപ്പാത്തി, കുബൂസ് അങ്ങനത്തെ ഐറ്റംസ് നമ്മൾ വാങ്ങിക്കാൻ മറന്ന്. അപ്പോൾ ഇവരായിട്ട് സംസാരിച്ചപ്പോൾ ഇവർ റെസ്റ്റോറൻറ്റിൻ്റെ കോൺടാക്ട് നമ്പർ എന്താണ്, കസ്കസോ അങ്ങനെ എന്താണ് പേര് പറഞ്ഞത്. ഇവിടെ ആകെ 2 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ളൂ. 8 പൊറോട്ടയ്ക്ക് പറഞ്ഞിട്ട് 8 പൊറോട്ടയ്ക്ക് 80 ഉറുപ്പ്യ ഡെലിവറി ചാർജ്. എന്ന് വെച്ചാൽ ഒരു പൊറോട്ടയ്ക്ക് 10 ഉറുപ്പ്യ ഡെലിവറി ചാർജ്. അമ്മാതിരി നാരകളാണ്. അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവരിക, പ്രശ്നമില്ല. ഇനിയിപ്പോൾ ഇവിടെ മറന്നിട്ടാണെങ്കിൽ പോലും തിരിച്ച് 2 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ളൂ. തിരിച്ച് നിങ്ങൾ വണ്ടി എടുത്ത് പോയി വാങ്ങിയ പ്രശ്നമില്ല. വെറുതെ 80 ഉറുപ്പ്യക്ക് ഡെലിവറി ചാർജ്. ആ കാര്യത്തിൽ മാത്രം നമുക്ക് ഒരു ഇതല്ല. അത് റിസോർട്ടിലെ അല്ല, നമ്മൾ പുറത്തുനിന്നുള്ളതാണ്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഗ്രില്ലൊക്കെ മാഗ്നേറ്റ് ഒക്കെ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ ഗ്രില്ല് ചെയ്യാം. പിന്നെ ഈ എല്ലാ സെക്ഷനിലും ഇപ്പോൾ സ്വിമ്മിംഗ് പൂള് 3 ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഫുഡ് കോർട്ട് എല്ലാ സെക്ഷനിലും അതേമാതിരി തന്നെ 2-3 ഫുഡ് കോർട്ടുകളുണ്ട്. എല്ലാ ഫുഡ് കോർട്ടിൻ്റെ അടുത്തും കിച്ചൺ ഉണ്ട്, ഫ്രിഡ്ജ് ഉണ്ട്. നമുക്ക് സാധനം മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ ഗ്രില്ല് ചെയ്യാനുള്ള ഓപ്ഷൻസും അതുപോലെ എല്ലാ സെക്ഷനും ഉണ്ട്. കാരണം ഒരുപാട് ആൾക്കാർ ഫാമിലീസ് ഇപ്പോൾ എല്ലാ വില്ലാലും ആൾ വന്നു കഴിഞ്ഞാൽ തന്നെ കൺജസ്റ്റഡ് ആവില്ല. എല്ലാവർക്കും സെപ്പറേറ്റ് ആയിട്ടില്ല. എല്ലാ സെറ്റപ്പും ഉണ്ട്. റേറ്റിംഗ് കൊടുക്കാൻ എത്ര കൊടുക്കും? 4.5 കമ്മി, അത് നോക്കണ്ട. എങ്ങനെയുണ്ട് സാദിക്ക റിസോർട്ട്? റിസോർട്ട് അടിപൊളിയല്ലേ, ഒരു ഇതുമില്ല. എന്താ പറയാ, പൂളാണ്, സെറ്റ് പൂള്. രണ്ടാമത് നമ്മള് യൂസ് ചെയ്തത് അടിപൊളി പൂള്. പിന്നെ പ്രൈവസി, അറ്റ്മോസ്ഫിയർ, നല്ല ആംബിയൻസ് ഒക്കെ ആണ്. 5 എത്ര കൊടുക്കും? 5 ഒരു 4 കൊടുക്കും. 4 കൊടുക്കും. 4 കൊടുക്കും. അപ്പം റിസോർട്ടിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ കേട്ടല്ലോ. അപ്പം ഇങ്ങനെയൊക്കെയായിരുന്നു കഥകൾ. അടിപൊളി റിസോർട്ടാണ്. ഇനിയിപ്പോൾ ആരെങ്കിലുമൊക്കെ റിസോർട്ടൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഇതൊരു മസ്റ്റ് ഹാവ് റിസോർട്ടാണ്. പിന്നെ നിങ്ങൾ റിസോർട്ടിൽ നിന്ന് ഇറങ്ങി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സാധാരണ നോർമൽ കടയിൽ കയറി കാണാം. എന്നാലും നല്ല ചിക്കനും സംഭവങ്ങളൊക്കെ അല്ലേ, അതിനെക്കൊണ്ട് ഇന്നത് വേണ്ട, നമുക്ക് നാടൻ ഫുഡ് കഴിക്കുക എന്നുള്ള പ്ലാനിൽ ഒരു സാധാ ഒരു ഹോട്ടലിൽ കയറി അവിടെ നല്ല ഊണും മീൻ പൊരിച്ചതും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിച്ചു.
ഇനി പ്രത്യേകിച്ച് പ്ലാനും കാര്യങ്ങളൊന്നുമില്ല, എവിടെയെങ്കിലുമൊക്കെ പോകാൻ എന്തെങ്കിലുമൊക്കെ കാണാമെന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിയാണ് കൽപ്പറ്റ നെസ്റ്റോ ഉള്ളത്. അപ്പോൾ നെസ്റ്റോ കയറി എന്തെങ്കിലും ചെറുതായിട്ട് സ്നാക്സൊക്കെ വാങ്ങാമെന്നുള്ള പ്ലാനിൽ. ഇനി നമുക്ക് നൈറ്റ് വരെ ഒപ്പിക്കണമല്ലോ, അപ്പം ചെറുതായിട്ട് സ്നാക്സ് കാര്യങ്ങളൊക്കെ അവിടുന്ന് വാങ്ങിച്ചു. പിന്നെ ഫേസിലൊക്കെ നല്ല ടാൻ അടിച്ചിട്ടുണ്ട് വെയിലത്ത്. പൂളിൽ കളിച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ തന്നെ ആണല്ലോ. അപ്പം നെസ്റ്റോ ഒന്ന് വാങ്ങിച്ച ഡ്രീം കേക്ക് കാര്യങ്ങളൊക്കെ കഴിച്ചു. പിന്നെ പോയത് പൂക്കോട് ലേക്കിൻ്റെ അവിടേക്കാണ്. അപ്പോൾ ലേക്ക് ഓൾറെഡി ക്ലോസ് ചെയ്യാൻ ടൈം ആയിട്ടുണ്ട്. എന്തായാലും കയറിയിട്ട് വലിയ കാര്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഇറങ്ങണം എന്നുള്ളതിൽ. പിന്നെ അവിടെ പിന്നെ കയറിയിട്ടില്ല. ഞങ്ങൾ അതിൻ്റെ തൊട്ട് മുന്നേ തന്നെ ഉണ്ട്, ഓപ്പോസിറ്റ് പൂക്കോട് ലേക്കിൻ്റെ ഓപ്പോസിറ്റുള്ള ജംഗിൾ ബുക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ആനിമൽസ്, പെറ്റ്സ്, ഫിഷ് കാര്യങ്ങളൊക്കെ ആയിട്ട്, കോഴിക്കാർപ്പ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഫുഡ് കൊടുക്കുന്ന സംഭവങ്ങളൊക്കെ ആയിട്ടുള്ള കുറച്ചൊരു ആനിമൽ ഫ്രണ്ട്ലി, നമ്മളെ മിനി പെറ്റ് സ്റ്റേഷൻ എന്നൊക്കെ പറയേണ്ടി വരും. അതിനെക്കാട്ടും ഭയങ്കര മിനി അത്ര പറയേണ്ടി വരും. കുറച്ച് ആനിമൽസും കാര്യങ്ങളും, പെറ്റ്സും കാര്യങ്ങളും, കാറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയൊരു സെറ്റപ്പ്. അവിടെ കയറി ഫിഷിനൊക്കെ ഫുഡ് കൊടുക്കുക. നമ്മൾ സ്ഥിരം ചെയ്യുന്ന എല്ലായിടത്തും ചെയ്യുന്ന പരിപാടികൾ തന്നെ. നമ്മൾ ഫിഷിന്, കോഴിക്കാർപ്പിന് ഫുഡൊക്കെ കൊടുക്കുക. ഇങ്ങനെ കൈമ വന്നിങ്ങനെ ഫുഡ് ഇങ്ങനെ എടുക്കുമ്പോൾ നല്ല രസമാണ്. ചിലർക്ക് ഇഷ്ടമാവും, ചിലർക്ക് ഇഷ്ടമാവില്ല, അത്രേ ഉള്ളൂ, അത്ര പറഞ്ഞാൽ മതി. പിന്നെ ഇതാ കുറേ അങ്ങനത്തെ നമ്മളെ സൺകൊന്യൂർ, പിന്നെ കോക്ടെയിൽ, ഇതൊക്കെ ഞങ്ങളെ വീട്ടിലുള്ളതുകൊണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സംഭവങ്ങളാണ്. ഇങ്ങനെ പിന്നെ പെറ്റ്സിൻ്റെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എന്തായാലും പിന്നെ അവിടെ തന്നെ കയറി കുറച്ച് നേരം അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. നല്ല രസമുണ്ടായിരുന്നു. നല്ലൊരു ഗുഡ് ട്രിപ്പ് തന്നെയായിരുന്നു. ഞങ്ങൾ ഇതേമാതിരി ഫ്രണ്ട്സായിട്ട് ഇതിപ്പോൾ സെക്കൻഡ് ടൈമാണ് റിസോർട്ടിലേക്ക് പോകുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾ ഇതാ രണ്ടുപേരും അങ്ങനെ ബാംഗ്ലൂരോ അങ്ങനെ പോവലാണ്. അല്ലാണ്ട് ഇങ്ങനെ ഫ്രണ്ട്സായിട്ട് പോവൽ വളരെ കുറവാണ്. 2-3 വട്ടം പോയിട്ടുണ്ട് എന്നല്ലാണ്ട് ബാക്കിയൊക്കെ നമ്മൾ അങ്ങനെ ഒറ്റയ്ക്ക് തന്നെയാണ് പോകൽ. അത് വേറൊരു വൈബ്, ഇത് വേറൊരു വൈബ്, രണ്ട് വൈബാണ്. ഒറ്റയ്ക്ക് പോകുമ്പോൾ അത് വേറെ തന്നെ ഒരു വൈബാണ്. ഞങ്ങൾ മാത്രമാകുമ്പം അതിനനുസരിച്ച് ഞങ്ങൾക്കൊരു പ്ലാനിങ് ഉണ്ടാവും. പിന്നെ അത് നമ്മളെ കൂടെ ആൾക്കാരുണ്ടാകുമ്പോൾ ഓരോ കാര്യങ്ങളും നമ്മൾ നോക്കണം. എല്ലാവരും ഒപ്പീനിയൻസും കാര്യങ്ങളൊക്കെ, എല്ലാവരും ഇഷ്ടങ്ങളൊക്കെ നോക്കിയിട്ട് വേണമല്ലോ ട്രിപ്പ്. അങ്ങനെ ട്രിപ്പ് പോകാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളത് കൊണ്ട് ഞങ്ങൾ തന്നെ ഒരു 3-4 വട്ടം ട്രിപ്പ് മാസത്തിൻ്റെ ഇടയിലായിട്ട്, മീൻസ് ഈ കൊല്ലത്തിൻ്റെ ഇടയിലായി പോയി വന്നിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം കണ്ടപ്പോൾ എന്താണെന്ന് പോയി തപ്പി തിരഞ്ഞു നോക്കിയപ്പോൾ ഇങ്ങനെ ഒരു സംഭവം അമ്യൂസ്മെൻറ്റ് പാർക്ക് എല്ലാം കൂടി ആയിട്ടുള്ള ഒരു ഇതാണ്. പക്ഷേ ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്ക് കയറുമ്പം എന്തിനാണ് നമ്മൾ പൈസ കൊടുക്കേണ്ട ആവശ്യം എന്നുള്ള ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കാരണം അമ്യൂസ്മെൻറ്റ് പാർക്ക് ഓക്കെ, നമ്മളെന്തായാലും പൈസ കൊടുത്തിട്ട് വേണം അമ്യൂസ്മെൻറ്റ് പാർക്കിലേക്ക് കയറാൻ. പക്ഷെ നമുക്കത് വേണ്ടല്ലോ, ജസ്റ്റ് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് മാത്രം കണ്ടാൽ മതി. പക്ഷേ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ കയറുമ്പോൾ അതിനും ഇങ്ങനെ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് കയറുന്നത്. അപ്പം പിന്നെ അതിന് നമ്മൾ എക്സ്ട്രാ ഒരു പേയ്മെൻറ്റൊക്കെ കൊടുത്ത് കയറാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് അതൊരു നല്ലൊരു ഇതായിട്ട് തോന്നിയിട്ടില്ല. ഓക്കെ, അങ്ങനെ വെക്കാം. നമുക്ക് ഇനിയിപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തെങ്കിലും സാധനം വാങ്ങിയിട്ട് നമുക്ക് ആ പേയ്മെൻറ്റ് റിട്ടേൺ ചെയ്യുമ്പോൾ അതൊരു നല്ലൊരു കാര്യമായിട്ട് തോന്നും. പക്ഷേ ഇത് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് നമ്മൾ പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട് കയറുമ്പോൾ നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കാന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വലിയ ഓക്കെ ആയിട്ട് തോന്നിയിട്ടില്ല. അങ്ങനെയാണെന്ന് പറയുന്നുണ്ട്, പക്ഷെ എന്താണെന്നറിയില്ല, നമുക്ക് വലിയ ഒരു സുഖം തോന്നിയില്ല. അതൊരു നല്ലൊരു ഇതല്ല. നമ്മളിപ്പോൾ മാളിലൊക്കെ നമ്മൾ പാർക്കിങ്ങിന് ഫീ കൊടുത്തിട്ടുണ്ട്. ഇവിടെ SM കോയിൻകോൽ അങ്ങനെയാണ്. നമ്മളിപ്പം അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പാർക്കിംഗ് ഫീ കൊടുക്കും. പാർക്കിംഗ് ഫീ കൊടുത്തിട്ട് അവിടെയുള്ള ഏതെങ്കിലും ഷോപ്പ് നമ്മൾ ഡ്രസ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ ഡ്രസ്സിൻ്റെ അവിടുത്തെ ബില്ല് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ പേയ്മെൻറ്റ് റിട്ടേൺ തരും. അങ്ങനെ ആകുമ്പോൾ നമുക്കും കുഴപ്പമില്ല, ഓർക്കും കുഴപ്പമില്ല. ഓരോ സ്ഥാപനത്തിലേക്ക് വരുന്ന അതിനെ കൊണ്ട് പാർക്കിംഗ് ആകുമ്പോൾ കുഴപ്പമില്ലല്ലോ. പക്ഷേ ഇത് അത്ര ഗുഡായിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ വലിയ സംഭവമാക്കാനൊന്നുമില്ല, നല്ല കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ ഇങ്ങനത്തെ ഓരോ കരകൗശല ക്രാഫ്റ്റ് മെറ്റീരിയൽ, ആൻറ്റിക്ക് അങ്ങനത്തെ സംഭവങ്ങളും, പിന്നെ കുറച്ച് ക്യൂട്ടായിട്ടുള്ള ബാഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനത്തെ ഒരു സംഭവങ്ങൾ വെറുതെ ഇങ്ങനെ കണ്ട് നടക്കാമെന്നുള്ളൂ. നമ്മളെന്താ അവിടെ നിന്ന് എന്തോ ഒരു ഫേസ് പാക്കിൻ്റെ ഒരു പൗഡർ വാങ്ങി, നമ്മളെ രക്തചന്ദ്രം അതിൻ്റെ ഒരു പൗഡർ വാങ്ങി, അല്ലാണ്ട് വേറെ പ്രത്യേകിച്ചൊന്നും വാങ്ങിയില്ല. പിന്നെ ഈ ചായ അതൊക്കെ ഒരു ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഇതേമാതിരി എന്തോ ഒരു ചായപ്പൊടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ തന്നെയാണ്, വേറെ പ്രത്യേകിച്ചൊന്നും വാങ്ങിയില്ല. ഇവരെന്തൊക്കെയോ ചായ ടേസ്റ്റ് ചെയ്തോക്കൽ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു.
വലിയെന്തോ സംഭവം വിചാരിച്ച് അങ്ങോട്ട് കയറി. വലിയ സംഭവമാക്കാനൊന്നുമല്ല, ചെറിയ ഇങ്ങനെ എന്തോ ഒരു തോട് ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഓരോ ഇത് ഷോപ്പുകൾ, അത്രേ ഉള്ളൂ. അങ്ങനെ ഇതാ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് നേരം ചുരത്തുമ്മലൊക്കെ നിർത്തി കാഴ്ചകളൊക്കെ കണ്ടു. നല്ല ക്ലൈമറ്റ് ആയിരുന്നു. ആ മാർച്ച് ആണെന്നുണ്ടെങ്കിലും നല്ലൊരു തണുപ്പ് കാര്യങ്ങളൊക്കെ കിട്ടി. നല്ല ഒരു അടിപൊളി ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. പിന്നെ അതിൻ്റെ ശേഷം അടുത്ത് 2-3 റീൽസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ പോയിട്ടും അങ്ങനെ ഒരു തണുപ്പൊന്നും കിട്ടിയിട്ടില്ല. സീസൺ മാറുന്നതിനനുസരിച്ച് വ്യത്യാസമില്ല. ഇപ്പം നാട്ടിലത്ര ചൂടൊക്കെ അതിൻ്റെ കുറച്ചൊരു അംശം അധികം കാണിക്കുകയായിരുന്നു. അങ്ങനെ നമ്മളെ ട്രിപ്പ്. പിന്നെ തിരിച്ചു വരാനായിട്ട് വൈറ്റ് ഹൗസ് കയറി. അങ്ങനെയാണ് വയനാട്ടിലോ അല്ലെങ്കിൽ ആ വഴിക്ക് എവിടെയും പോയി തിരിച്ച് വരുമ്പോൾ ഫുഡ് ലാസ്റ്റ് വൈറ്റ് ഹൗസിൽ തന്നെ. അതങ്ങനെയാണല്ലോ. ലാസ്റ്റ് പോയപ്പോഴാണ് വൈറ്റ് ഹൗസിൽ മന്തി. വൈറ്റ് ഹൗസിൽ കയറാൻ മന്തി കഴിക്കും. നല്ല ടേസ്റ്റുള്ള മന്തിയാണ്. അപ്പം എന്നെക്കൊണ്ട് അവിടെ കയറി ഫുഡൊക്കെ കഴിച്ചു. നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഇങ്ങനെയായിരുന്നു നമ്മുടെ ട്രിപ്പ്. നല്ല ഒരു അടിപൊളി 2 ദിവസം അടിച്ചു പൊളിച്ചു. അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു നമ്മളെ ട്രിപ്പ് കാര്യങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെടാനും തീർച്ചയായും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസാണ് വേണ്ടതെന്നൊക്കെ ഉള്ളതെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. നല്ല വീഡിയോസായിട്ട് കാണാം. ടിൽ ദെൻ ബൈ. റിസോർട്ട് പോകാൻ താല്പര്യമുള്ളവർ എന്തായാലും റിസോർട്ട് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. നല്ല അടിപൊളി റിസോർട്ടാണ്.